Okay, let's learn some other concepts regarding federalism. ഞാൻ എന്താണ് അസിമെട്രിക് ഫെഡറലിസം എന്ന ക്ലാസ്സിൽ പറഞ്ഞായിരുന്നോ? സ്ലൈഡിലില്ല. അസിമെട്രിക് ഫെഡറലിസം ഇല്ല, എനിക്ക് ഓർമ്മയില്ല, അതാ ചോദിച്ചത്. പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അൺഈക്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് രാജ്യസഭ അവിടെയാണ് പറയാൻ ചാൻസ്. പറഞ്ഞില്ല? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞിനി എനിക്കത് ഓക്കെ ഫൈൻ. വാട്ട് ഈസ് അസിമെട്രിക് ഫെഡറലിസം? What is symmetry and what is asymmetry? Symmetry means what? നമ്മളൊരു സാധനം ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. വാട്ട് ഈസ് അസിമെട്രി? ഈക്വൽ ആയിരിക്കണമെന്നില്ല. അപ്പം എന്തായിരിക്കാം സിമെട്രിക് ഫെഡറലിസം? ഒരു രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലത്തെ അധികാരമാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് സിമെട്രിക് ഫെഡറലിസം. ഇന്ത്യയിൽ ഏതാണ്? അസിമെട്രി ആണ്. വൈ? ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സും എന്തല്ല, ഒരുപോലെ അധികാരമല്ല ഷെയർ ചെയ്യുന്നത്. കാരണം എന്താണ്? ഇപ്പോൾ രാജ്യസഭാ സീറ്റ് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിന് എത്രയുണ്ട്? 31. ഗോവയ്ക്കാണെങ്കിൽ 1 ഉള്ളൂ. സിമെട്രി ആണോ? അല്ല. USA നോക്കുകയാണെങ്കിലോ ഓരോ 50 സ്റ്റേറ്റ്സിനും എന്തുണ്ട്? ഈക്വൽ റെപ്രസെൻറ്റേഷൻ ആണ്. സോ ഒരു രാജ്യത്തിനകത്ത് തന്നെ പല പല സംസ്ഥാനങ്ങൾക്കും ഡിഫറെൻറ്റ് പവേഴ്സ് ആണ് ഉള്ളതെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് അസിമെട്രിക് ഫെഡറലിസം. എക്സാമ്പിൾ, 2019 വരെ ജമ്മു ആൻഡ് കാശ്മീരിന് പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അന്ന് കേരളത്തിനുണ്ടായിരുന്നു? ഇല്ല. എക്സാമ്പിൾ ഫോർ അസിമെട്രിക് ഫെഡറലിസം. 2019 വരെ ജമ്മു ആൻഡ് കാശ്മീർ പ്രത്യേക ഫ്ലാഗ് ഉണ്ടായിരുന്നു. മറ്റ് സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. എക്സാമ്പിൾ ഫോർ അസിമെട്രിക് ഫെഡറലിസം. സോ ഓരോരോ സ്റ്റേറ്റ്സിനും, ഒരു രാജ്യത്തിനകത്തുള്ള സ്റ്റേറ്റ്സിന് വേറെ വേറെ പവേഴ്സ് എങ്ങാനും ഉണ്ടെങ്കിൽ, ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് അസിമെട്രിക് ഫെഡറലിസം. മറ്റൊരു സംവിധാനമാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം. എന്തായിരിക്കാം കോപ്പറേറ്റീവ്? വാട്ട് ഈസ് ഫെഡറലിസം? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് ഓർ സ്റ്റേറ്റ്സ് ആൻഡ് സ്റ്റേറ്റ്? എന്തായിരിക്കും കോപ്പറേറ്റീവ് ഫെഡറലിസം? ഈ സ്റ്റേറ്റും സെൻറ്ററും സഹകരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കോപ്പറേറ്റീവ് ഫെഡറലിസം. രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സെൻറ്ററും സ്റ്റേറ്റ്സും ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തീരുമാനമെടുക്കാൻ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കോപ്പറേറ്റീവ് ഫെഡറലിസം. ഫ്യൂ ഇയേഴ്സ് ബാക്ക് കോവിഡ് വന്നു. പ്രധാനമന്ത്രി എന്ത് വിളിച്ചു കൂട്ടി? എല്ലാ മുഖ്യമന്ത്രിമാരുടെയും യോഗം വിളിച്ചു കൂട്ടി, അഭിപ്രായം ചോദിച്ചു, തീരുമാനത്തിലേക്ക് വന്നു. എക്സാമ്പിൾ ഫോർ കോപ്പറേറ്റീവ് ഫെഡറലിസം. ക്ലിയർ? ഓർ ഹാവ് യു ഹേർഡ് നീതി ആയോഗ്? എന്താണ് ഈ സാധനം? നമ്മുടെ ഒരു തിങ്ക് ടാങ്ക് ആണല്ലേ. ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു നാഷണൽ പോളിസീസ് ഫ്രെയിം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. ഇതിൽ മെമ്പേഴ്സ് ആരൊക്കെയാണ്? പ്രധാനമന്ത്രി മെമ്പേഴ്സാണ്, മുഖ്യമന്ത്രിമാരും എന്താണ് മെമ്പേഴ്സാണ്. ഇവർ ഒരുമിച്ച് ചർച്ച ചെയ്യുന്നു, തീരുമാനമെടുക്കുന്നു. എക്സാമ്പിൾ ഫോർ കോപ്പറേറ്റീവ് ഫെഡറലിസം. അല്ലെങ്കിൽ GST കൗൺസിൽ അറിയാവോ? എന്താണ് GST കൗൺസിൽ? ഇവിടെ ടാക്സ് ലാബ് തീരുമാനിക്കുന്ന ആരാണ്? GST കൗൺസിലാണല്ലേ. മെമ്പേഴ്സ് ആരൊക്കെയാണ്? കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്റർ മെമ്പറാണ്, സംസ്ഥാന ഫിനാൻസ് മെമ്പേഴ്സ് എന്താണ്? മെമ്പേഴ്സാണ്. ഒരുമിച്ച് ചർച്ച ചെയ്യുന്നു, തീരുമാനമെടുക്കുന്നു. എക്സാമ്പിൾ ഫോർ കോപ്പറേറ്റീവ് ഫെഡറലിസം. സോ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു പൊതു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത്തരം മെക്കാനിസം ഈസ് വാട്ട് മീൻ ബൈ കോപ്പറേറ്റീവ് ഫെഡറലിസം. എന്തായിരിക്കാം കോമ്പറ്റിറ്റീവ് ഫെഡറലിസം? തമ്മിലുള്ള കോമ്പറ്റീഷനാണ്, മത്സരമാണ്. എന്തിനു വേണ്ടിയിട്ട്? മത്സരം നല്ലതിനാണോ മോശത്തിന് വേണ്ടിയാണോ? ഇതൊരു പോസിറ്റീവ് ടേം ആണ്. ഒരു രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും സംസ്ഥാനവും ഒരു സംസ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്ന സംവിധാനമാണെന്ത്? കോമ്പറ്റിറ്റീവ് ഫെഡറലിസം. ഫോർ എക്സാമ്പിൾ, നമുക്ക് പിന്നെയും കോവിഡ് തന്നെ എടുക്കാം. കോവിഡ് എന്ന സമയത്ത് നമ്മുടെ കേരളത്തിൻ്റെ കണ്ടെയ്ൻമെൻറ്റ് സ്ട്രാറ്റജീസ് വളരെ എന്തായിരുന്നു? പ്രശംസനീയമായിരുന്നു അല്ലേ. നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ സാധിച്ചു? കോവിഡ് കേസിൽ കുറയ്ക്കാൻ സാധിച്ചു. അപ്പം മറ്റ് സ്റ്റേറ്റ്സ് എന്ത് ചെയ്തു? കേരളത്തിലേക്ക് വന്നു, എന്താ ചെയ്തെന്ന് പഠിക്കാൻ നോക്കി. എന്തിനു വേണ്ടിയിട്ട്?
അവരുടെ സ്റ്റേറ്റിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദേ ടുക്ക് എ മോഡൽ ഫ്രം ദി കേരള ഗവൺമെൻറ്, ട്രൈ ടു കോപ്പി ഇൻ ദെയർ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ്. വൈ? സോ ദേ ക്യാൻ ഓൾസോ കണ്ടെയ്ൻ ദർ കോവിഡ് സ്പ്രെഡ് അല്ലേ. ദിസ് ഈസ് വാട്ട് മീൻ ബൈ കോമ്പറ്റിറ്റീവ് ഫെഡറലിസം. കഥ മനസ്സിലായോ? മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയായിക്കൊണ്ട് അവരോടൊപ്പം എത്തിപ്പെടാൻ നോക്കുന്ന ഒരു മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന സംവിധാനമാണെന്ത്? കോമ്പറ്റിറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഓക്കെ, നമ്മുടെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ IMR MMR എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് IMR? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. MMR? മെറ്റേണൽ. വാട്ട് ഈസ് IMR? ഇൻഫന്റ്. അന്ന് വെച്ചാൽ എന്താണെന്നാണ് എൻ്റെ ചോദ്യം. 1000 കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ ഒരു 25 കുട്ടികൾ മരിക്കുകയാണെങ്കിൽ IMR ഈസ് 25. മനസ്സിലായോ? ഒരു 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 100 കുട്ടി മരിക്കുകയാണെങ്കിൽ ശതമാനമല്ല, എന്താണ് IMR? എന്താണ്? 100 പറയാൻ കാരണം കേരളം പോലത്തെ ഒരു തമിഴ്നാട് പോലത്തെ സംസ്ഥാനങ്ങളുടെ IMR എന്താണ്? വളരെ കുറവാണ്. അസ്യൂം ഒരു 30 വിചാരിക്കുക. അസംഷൻ മാത്രം, എക്സാക്ട് നമ്പർ അല്ല. സേ ബീഹാർ പോലത്തെ സ്റ്റേറ്റ് എന്തായിരിക്കും? അതൊരു 128 140 ആയിരിക്കും. കാരണം എന്താണ്? കേരള ഈസ് പ്രൊവൈഡിങ് ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ് അല്ലേ. അപ്പോൾ ബീഹാർ എന്ത് ചെയ്യാൻ നോക്കും? കേരളം എന്തൊക്കെ ചെയ്തു എന്ന് പഠിക്കാൻ നോക്കും, എന്തൊക്കെ സ്കീം കൊടുത്തു നോക്കും, എന്തൊക്കെ വാക്സിനും കൊടുത്തു നോക്കും, ആരും ഫോളോ ചെയ്യാൻ നോക്കും. ബീഹാറും എന്തിനു വേണ്ടിയിട്ട്? ഇവരുടെ IMR കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇവരെ കൊണ്ട് 100 സാധിക്കുന്നു, 70 സാധിക്കുന്നു, കേരളം പോലെ ആകാൻ ശ്രമിക്കുന്നു. ദിസ് ഈസ് വാട്ട് മീൻ ബൈ കോമ്പറ്റിറ്റീവ് ഫെഡറലിസം. സോ സ്റ്റേറ്റുകൾ തമ്മിൽ ഒരു മത്സര ബുദ്ധിയോടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് സീരീസിൽ വരുന്നു, ചില ആൾക്കാരുടെ മാർക്ക് എന്തായിരിക്കുന്നു? താഴെ പോകുന്നു, നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? മുകളിലേക്ക് വരാൻ ശ്രമിക്കുന്നു. എക്സാമ്പിൾ ഫോർ കോമ്പറ്റീഷൻ അല്ലേ. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ്സും എന്ത് ചെയ്യാണ്? താഴെ കിടക്കുന്ന സ്റ്റേറ്റ്സ് എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്? മുകളിലേക്ക് വരാൻ നോക്കുന്ന സംവിധാനമാണ് വി കോൾ ഇറ്റ് ആസ് കോമ്പറ്റിറ്റീവ് ഫെഡറലിസം. ക്ലിയർ? നെക്സ്റ്റ് കഥ മനസ്സിലായല്ലോ അല്ലേ? ഈ ടേംസ് ഒക്കെ ന്യൂസ് പേപ്പറിൽ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്താണെന്ന് മനസ്സിലാകാതെ വായും പൊളന്ന് നോക്കിയിരിക്കരുത്. എന്താണ് ഇന്നതൊക്കെയാണ് ആശയമെന്ന് നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ക്ലിയർ? നെക്സ്റ്റ്, കൺഫ്രണ്ടേഷണൽ ഫെഡറലിസം. കൺഫ്രണ്ട് ചെയ്യാൻ മീൻസ് വാട്ട്? ഇത് കീഴ്പ്പെടുത്തും. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് ഏറ്റുമുട്ടലാണ്, അടിയും പിടിയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്തായിരിക്കാം? കേന്ദ്രവും സംസ്ഥാനങ്ങളും അടിയുണ്ടാക്കുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കൺഫ്രണ്ടേഷണൽ ഫെഡറലിസം. ഞങ്ങൾക്ക് GST തരുന്നില്ലെന്ന് സ്റ്റേറ്റ് പറയുന്നു, തരാൻ സൗകര്യമില്ലെന്ന് കേന്ദ്രം പറയുന്നു. എക്സാമ്പിൾ ഫോർ കൺഫ്രണ്ടേഷണൽ ഫെഡറലിസം. മുല്ലപ്പെരിയാർ ഞങ്ങൾ പുതിയത് പണിയുമെന്ന് കേരളം പറയുന്നു, പണിയിക്കാൻ സമ്മതിക്കില്ലെന്ന് തമിഴ്നാട് പറയുന്നു. എക്സാമ്പിൾ ഫോർ കൺഫ്രണ്ടേഷണൽ ഫെഡറലിസം. ബെൽഗാം എന്ന് പറഞ്ഞ ഏരിയ മഹാരാഷ്ട്രയ്ക്ക് വേണമെന്ന് മഹാരാഷ്ട്ര പറയുന്നു, തരില്ല എന്ന് കർണാടക പറയുന്നു. എക്സാമ്പിൾ ഫോർ കൺഫ്രണ്ടേഷണൽ ഫെഡറലിസം. ഞാൻ ഈ പറഞ്ഞ കഥയൊക്കെ മനസ്സിലായോ? ഇപ്പോൾ പത്രം വായിക്കാറില്ലല്ലോ അല്ലേ? ഇങ്ങനെ ഞാൻ തന്നെ പറയാം. ഞാൻ ആദ്യം എന്താണ് പറഞ്ഞത്? എത്ര പേര് റെഗുലർലി പത്രം വായിക്കുന്നുണ്ട്? റെഗുലർലി. അത് ഇന്ന് വായിച്ചിട്ട് അടുത്ത മാസം വായിക്കുന്നവർ കൈ വെക്കരുത്. റെഗുലർലി ഓൺ എ ഡേ ബൈ ഡേ ബേസിസ്. വെരി ഫ്യൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. സി വാട്ട് ഈസ് കർണാടക മഹാരാഷ്ട്ര ബോർഡർ ഇഷ്യൂ? സേ നമ്മുടെ മഹാരാഷ്ട്ര കർണാടക ബോർഡർ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ കുറച്ച് റീജൻ ഉണ്ട്, ദി നോർത്തേൺ മോസ്റ്റ് പാർട്ട് ഓഫ് കർണാടക. ദി മെയിൻ ഇഷ്യൂ ഇസ് ദാറ്റ് ഇവിടുത്തെ മെജോറിറ്റി ആൾക്കാരും എന്താണ്? മറാഠി സ്പീക്കിംഗ് പോപ്പുലേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മഹാരാഷ്ട്ര എന്ത് പറയും? ആ സ്ഥലം ഞങ്ങൾക്ക് വേണമെന്ന് പറയും. വിട്ടുകൊടുക്കാൻ കർണാടക തയ്യാറാകുമോ? കൊടുക്കണോ വേണം തീരുമാനം എടുക്കേണ്ടത് ആരാണ്? പാർലമെൻ്റാണ്. ഓക്കെ, ഇവരെന്ത് ചെയ്യത്തില്ല? സമ്മതിക്കത്തില്ല. അതാണ് മെയിൻ ഇഷ്യൂ. ബിക്കോസ് ഓഫ് ദിസ് ഇവിടുത്തെ റീജിയനാണ്. ബെൽഗാം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മഹാരാഷ്ട്രയ്ക്ക് വേണമെന്ന് ആര് ക്ലെയിം ചെയ്യുന്നു? മഹാരാഷ്ട്ര ക്ലെയിം ചെയ്യുന്നു.
തരാൻ സൗകര്യമല്ലെന്ന് ആരും പറയുന്നു, കർണാടകയും പറയുന്നു. ഇതാണ് ഇഷ്യൂ. എന്തിന്? മുമ്പത്തെ CM ആരായിരുന്നു മഹാരാഷ്ട്രയിലെ? ഫോമർ ഷിൻഡേക്ക് തൊട്ടു മുമ്പുള്ള CM ആരായിരുന്നു? ഇപ്പോഴത്തെ CM ആരാണ്? ഏക്നാഥ് ഷിൻഡെ. തൊട്ടുമുമ്പ് ആരാണ്? അതിന് മുമ്പാണ് ഫഡ്നാവിസ്. ഇപ്പൊ ഇതിന് തൊട്ടുമുമ്പ് ആരായിരുന്നു? ഉദ്ധവ് താക്കറെ ആയിരുന്നു അല്ലേ? ഉദ്ധവ് താക്കറെ ഈവൻ റെഫേർഡ് ദിസ് ഏരിയ ടു ബി കർണാടക ഒക്യുപ്പൈഡ് മഹാരാഷ്ട്ര. ഇങ്ങനത്തെ ടേം വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പാക് ഒക്യുപ്പൈഡ് കാശ്മീർ. അതുപോലെ ആ റെഫർ ചെയ്യുന്നതിനെ നമ്മുടെ ഇന്ത്യൻ മുഖ്യമന്ത്രിയാണ് റെഫർ ചെയ്യുന്ന മറ്റൊരു സ്റ്റേറ്റ് എന്തിനെ? കർണാടക ഒക്യുപ്പൈഡ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞിട്ട്. കമ്പയറിംഗ് ടു ദാറ്റ് POK. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ യൂണിറ്റീനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. എക്സാമ്പിൾ ഫോർ കൺഫ്രണ്ടേഷണൽ ഫെഡറലിസം. അതുകൊണ്ട് അവരാവശ്യപ്പെടുന്നേ ഉള്ളൂ. അവർക്ക് ആ റീജിയനും കൂടി വേണം. അവിടുത്തെ മേജോറിറ്റി പോപ്പുലേഷൻ ആരാണ്? മറാഠിക്കാരാണെന്നാണ് മഹാരാഷ്ട്രയുടെ വാദം. ഒന്നുമില്ല, ആ ഒരു ഭാഷ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് എപ്പോഴും എന്ത് വേണം? ഏരിയ കൂടുതൽ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? റിസോഴ്സസ് കൂടും അല്ലേ? ഒരു 10 ഏക്കർ സ്ഥലം കിട്ടിയാൽ നമുക്ക് അത്രയും കുരുമുളക് വള്ളി കയറ്റി വിട്ടുകൂടെ അല്ലേ? നമുക്ക് എന്താണ്? ഇൻകമാണ്. അങ്ങനെ ചിന്തിക്കാം. നമ്മൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളെ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുക. സെയിം ഐഡിയ ഉള്ളൂ. ഡെഫിനറ്റ്ലി ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ക്ലിയർ? ഞാൻ വേറെ എന്തോ ഒരു പോയിന്റ് പറയാമെന്ന് മറന്നുപോയി. എന്തെന്നെ ആയിക്കോട്ടെ, കഥ മനസ്സിലായല്ലോ. ദിസ് ഈസ് വാട്ട് മീൻ ബൈ കൺഫ്രണ്ടേഷണൽ ഫെഡറലിസം. കേന്ദ്രവും സംസ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുകയാണെങ്കിലോ ഒരു സംസ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുകയാണെങ്കിലോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കൺഫ്രണ്ടേഷണൽ ഫെഡറലിസം. എക്സാമ്പിൾ കിട്ടി. അപ്പോൾ നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ കാസർഗോഡ് കഴിഞ്ഞ് കർണാടക ബോർഡർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കർണാടകക്കാരെന്ത് ചെയ്തു? റോഡ് മൊത്തം മുറിച്ച് ഡിഗ് ചെയ്ത് വെച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ നിന്ന് ആംബുലൻസ് മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കാൻ. അത് കോപ്പറേറ്റീവ് ഫെഡറലിസം ആയിരുന്നു അല്ല? എന്തായിരുന്നു? കൺഫ്രണ്ടേഷണൽ ഫെഡറലിസം ആയിരുന്നു. ഡൽഹി ഗവൺമെൻറ് ഓർഡർ ഇറക്കി, ഡൽഹിക്കാർ മാത്രം ഡൽഹി ഹോസ്പിറ്റലിൽ കയറിയാമെന്ന് ഓർഡർ ഇറക്കി. കോപ്പറേറ്റീവ് ഫെഡറലിസം ആയിരുന്നു, കൺഫ്രണ്ടേഷണൽ ആയിരുന്നു. ഇതൊക്കെ എന്തിനെയാണ് ബാധിക്കുന്നത്? ഇന്ത്യയുടെ യൂണിറ്റീനെയാണ് ബാധിക്കുന്നത്. അത് പ്രൈവറ്റ് ജോലിയിലല്ലേ? ആ കേസ് ഇപ്പോൾ കോടതിയിൽ പരിഗണനയിലുണ്ട്. ഇനി കോടതി എന്ത് പറയുന്നു അതുപോലെ ആയിരിക്കും തീരുമാനം വരിക. ഡിപ്പെൻസ്. അതൊക്കെ യൂണിറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. പോട്ടെ, ചണ്ഡീഗഡിൽ എന്താണ് പ്രധാനപ്പെട്ട ഇഷ്യൂ? വാട്ട് ഈസ് ചണ്ഡീഗഡ്? പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും കോമൺ ക്യാപിറ്റലാണ് ചണ്ഡീഗഡ്. എന്താ ഇഷ്യൂ? ഇന്ത്യ ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ ഇൻ അൺഡിവൈഡഡ് ഇന്ത്യ ഒരു വലിയ പഞ്ചാബ് ഉണ്ടായിരുന്നു. പാർട്ടീഷൻ ചെയ്യാത്തൊരു പഞ്ചാബ്. അതിൻ്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? ലാഹോർ ആയിരുന്നു അല്ലേ? ബട്ട് ഇന്ത്യ വാസ് പാർട്ടീഷൻഡ്. ലാഹോർ അങ്ങോട്ട് പോയി, പാകിസ്ഥാനിലേക്ക് പോയി. അപ്പം ഇന്ത്യൻ പഞ്ചാബിന് എന്തില്ല? ക്യാപിറ്റൽ ഇല്ല. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ പഞ്ചാബിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ക്യാപിറ്റലാണ് ഏത്? ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു? പഞ്ചാബ് നമ്മൾ പാർട്ടീഷൻ ചെയ്തു, പഞ്ചാബ് ആൻഡ് ഹരിയാന. അപ്പോൾ പഞ്ചാബ് എന്ത് പറഞ്ഞു? ചണ്ഡീഗഡ് ഞങ്ങൾക്ക് വേണം. ഹരിയാന എന്ത് പറഞ്ഞു? ഞങ്ങൾക്കും വേണം. ആർക്കും കൊടുത്തില്ല. വി മേഡ് ഇറ്റ് എ കോമൺ ക്യാപിറ്റൽ, വി മേഡ് ഇറ്റ് എ യൂണിയൻ ടെറിട്ടറി. രണ്ടുപേരും കോമൺ ആണ്. ആരിപ്പോൾ? ചണ്ഡീഗഡ്. ഇപ്പോഴും പ്രശ്നമുണ്ട്. പഞ്ചാബ് എന്ത് പറയുന്നു? ഞങ്ങൾക്ക് വേണം. ഹരിയാന പറയുന്നു ഞങ്ങൾക്ക് വേണം. ചണ്ഡീഗഡ് എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് ആരുടെയും വേണ്ട. വി റിമെയിൻ ആസ് എ യൂണിയൻ ടെറിട്ടറി. എക്സാമ്പിൾ ഫോർ കൺഫ്രണ്ടേഷണൽ ഫെഡറലിസം. നമുക്ക് വേണമെങ്കിൽ മഹാരാഷ്ട്ര PSC എഴുതാം. മഹാരാഷ്ട്ര ഗവൺമെൻറ് ജോലി നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ചിലപ്പോൾ ചോദ്യങ്ങൾ മറാഠിയിലാണെങ്കിൽ നിങ്ങൾ മറാഠി പഠിച്ചിട്ട് ആൻസർ എഴുതണമെന്ന് മാത്രം. ദേ കൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ഇൻ എനി ലാംഗ്വേജസ്. അത് മൗലികാവകാശം എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് കേസിന് പോകാൻ എന്തല്ല സാധ്യമല്ല.